ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീടുകളിൽ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ അനുബന്ധ വിവരങ്ങളാണ്. വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വേദനാപൂർണമോ സങ്കീർണമോ ആയ രോഗങ്ങൾ ബാധിച്ചവരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുള്ള വൈദ്യ പരിചരണമാണ് സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് പരിചരണം. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക അടിസ്ഥാനത്തിലുള്ള പെയിൻ കെയർ പ്രസ്ഥാനം കേരളത്തിലായിരുന്നു. വേദന ഇല്ലാതാക്കുക മാത്രമല്ല, രോഗപീഠയിൽ നിന്നുള്ള മോചനം കൂടെയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. എന്നാൽ മരണത്തെ നേരത്തെയാക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ ഈ ചികിത്സയിലൂടെ ശ്രമിക്കുന്നില്ല. വ്യക്തിയുടെ ശാരീരിക അവസ്ഥയെ മാത്രമല്ല, മാനസികവും സാമൂഹികവുമായ തലങ്ങളെ കൂടി പരിചരണത്തിൽ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രോഗിയുടെ കുടുംബത്തിൻ്റെ ശാരീരിക, മാനസിക, സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒന്നിലധികം മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ സംഘത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. വീട്ടിലെത്തിയുള്ള സൗജന്യ പരിചരണവും ലഭ്യമാക്കാനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അലോപ്പതി, ആയുർവേദ ഡോക്ടർമാരാണ് രോഗികൾക്ക് ആവശ്യമായുള്ള പരിചരണം ഉറപ്പാക്കുന്നത്. ഇവർ മരുന്നുകൾ, ചികിത്സാ മാർഗങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ നിർദ്ദേശിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. പാലിയേറ്റീവ് കെയർ പ്രത്യേക പരിശീലനം ലഭിച്ച നേഴ്സുമാരുടെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രാദേശിക തലത്തിൽ സന്നദ്ധ പ്രവർത്തകരും ഇതിനുവേണ്ടി ഉണ്ട്. സംഘത്തിലെ കൗൺസിലർമാർ രോഗിയെയും കുടുംബം നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് മനഃശാസ്ത്രപരമായ പിന്തുണയും ഉറപ്പുവരുത്തുന്നു. കിടപ്പ് രോഗികളുടെ ചലനശേഷി വർദ്ധിപ്പിക്കാനും വേദന കുറയ്ക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും വ്യായാമവും മറ്റ് ചികിത്സാ രീതികളും നിർദ്ദേശിക്കുന്നതാണ്. പഞ്ചായത്തുകളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുമാണ് സൗകര്യങ്ങൾ ഇതിനുവേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സേവനങ്ങൾ പ്രാദേശിക തലത്തിൽ ലഭ്യമാണ്. ആരോഗ്യ പ്രവർത്തകരും സഹായവും ഇതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രജിസ്ട്രേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 2-3 രീതിയിൽ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഏറ്റവും അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ഒരു വിവരണ ഫോം ലഭിക്കും. അത് പൂരിപ്പിച്ച് കൈമാറുന്നതിലൂടെ രജിസ്റ്റർ ചെയ്യാം. ഇതുമല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അവിടെ പെയിൻ കെയർ രജിസ്ട്രേഷൻ വിഭാഗം ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒട്ടേറെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റികൾ ഓരോ ജില്ലകളിലും പ്രവർത്തിക്കുന്നു. ഇവരുടെ പെയിൻ കെയർ ക്ലിനിക്കുകളിൽ നേരിട്ട് പോവുകയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ കേരള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നൽകി വരുന്ന ഹോട്ട്ലൈൻ നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ കേരള ആരോഗ്യ മിഷൻ പോർട്ടൽ അല്ലെങ്കിൽ സമീപത്തെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് പെയിൻ കെയർ സേവനങ്ങൾക്കായി ഓൺലൈനായി ഫോമുകൾ പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമായ രേഖകൾ നമുക്ക് നോക്കാം. രോഗികളുടെ വ്യക്തിഗത വിവരങ്ങൾ അല്ലെങ്കിൽ പേര്, വയസ്സ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. രോഗിയുടെ സ്വഭാവം, ചികിത്സാ രീതി, സ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള രേഖകൾ, ഡോക്ടർ റിപ്പോർട്ടുകൾ ആവശ്യമാണെങ്കിൽ നൽകാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിലെത്തുന്ന ശുശ്രൂഷ സേവനങ്ങൾ സൗജന്യമായോ സബ്സിഡിയായോ നമുക്ക് മരുന്നുകൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം രോഗിയുടെ സൗഖ്യം ഉറപ്പാക്കുന്ന കൗൺസിലിംഗ് സേവനങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ കുടുംബ അംഗങ്ങൾക്ക് പരിശീലന പരിപാടികളും ഇതോടൊപ്പം നൽകി വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.